അല്ലാഹുവിന്റെ ഹബീബിന് പോലും കൊടുക്കാത്ത ഒരവകാശമുണ്ട്, അധികാരമുണ്ട്. അതെന്തെന്നറിയുമോ? അത് ശരീഅത്തിൽ ഭേദഗതി വരുത്താനുള്ള അവകാശമാ. ഖുർആനിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരുത്താൻ, ശരീഅത്തിലെ ഏതെങ്കിലും ഒരു നിയമത്തെ കാലാനുസൃതമായി നിയമ ഭേദഗതി വരുത്തുവാൻ അധികാരം കൊടുത്തിട്ടില്ല അല്ലാഹുവിന്റെ റസൂലിന് പോലും സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ മുന്നോട്ട് വരും. ചില ആളുകൾ നമ്മളോട് ചോദിക്കാറുണ്ട്, കോട്ടയം DCC ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഒരു സെമിനാറിൽ ഈ വിനീതന് സംസാരിച്ചു കഴിഞ്ഞു. അതിനുശേഷം പ്രസംഗിച്ചൊരു അഭിഭാഷകൻ, അദ്ദേഹം നൂറുകണക്കായ ആളുകളുടെ മുന്നിൽ വെച്ച് അല്പം ഒരു പരിഹാസ സ്വരത്തിലാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, മൗലവി, നിങ്ങളും നിങ്ങളുടെ സമുദായവും എന്തിനാണ് ഇത്ര വലിയ വാശി ഈ കാര്യത്തിൽ പിടിക്കുന്നത്? പണ്ഡിതന്മാർക്ക് കൂടിയിരുന്നു കൊണ്ട് കാലാനുസൃതമായ ചില മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ശരീഅത്തിൽ വരുത്തിക്കൂടെ? അതൊരു ചോദ്യമാണ്. പുഞ്ചിരിയോടുകൂടെ നമ്മൾ ആ ചോദ്യത്തെ തള്ളിക്കളയുന്നു. കാരണം എന്താ? ഈ ലോകത്ത് സാധാരണ വിശ്വാസികൾക്ക് സാധ്യമല്ല ഇസ്ലാമിനെ മാറ്റി എഴുതാൻ. പണ്ഡിതന്മാർക്ക് അതിനുള്ള അധികാരമില്ല. സാക്ഷാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അല്ലാഹു തആല അധികാരം കൊടുത്തിട്ടില്ല ശരീഅത്തിനെ മാറ്റി എഴുതാൻ. സൂറത്തുൽ ഹാഖയിൽ കാണാം, വലൗ തഖവ്വല അലൈനാ ബഅദൽ അഖാവീൽ. ഈ വേദഗ്രന്ഥത്തിലെ ഒരു വള്ളിയോ പുള്ളിയോ അല്ലാഹുവിന്റെ റസൂൽ അടർത്തി മാറ്റിയാൽ, അവിടെ നിന്ന് കൂട്ടിച്ചേർത്താൽ, ലഅഖദനാ മിൻഹു ബിൽ പ്രവാചകനാണെന്ന് നോക്കില്ല, ശക്തമായി പിടിച്ചുകൊണ്ടുവന്ന് തലവെട്ടിക്കളയുമെന്ന്, കണ്ട നാടി മുറിച്ചു കളയുമെന്ന്. അല്ലാഹുവിന്റെ റസൂലിന് പോലും അധികാരമില്ല ശരീഅത്തിനെ മാറ്റി എഴുതുവാൻ. ആളുകൾ വന്നിരുന്നു, ഖുർആനിലെ ഒരു പുള്ളിയെങ്കിലും മാറ്റിത്തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അന്താക്കിയ നിവാസികളായ ആളുകൾ കടന്നു വന്നു. സൂറത്തുൽ കഹഫിൽ അവരെ കുറിച്ചൊരു പരാതി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിയും ഖിളർ നബി അലൈഹിമുസ്സലാത്തു വസ്സലാമും അതിഥികളായി അന്താക്കിയയിലെത്തിയപ്പോൾ ഫഅബൗ അൻ യുളയ്യിഫൂഹുമാ, വെള്ളം കൊടുക്കാൻ അവർ വിസമ്മതിച്ചു. ദാഹിച്ചു വലഞ്ഞ പ്രവാചകന്മാർക്ക് വെള്ളം കൊടുത്തില്ല. വിശന്നു വലഞ്ഞ് പ്രവാചകന്മാർക്ക് ഭക്ഷണം കൊടുത്തില്ല. ഒറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത അറുപിശുക്കന്മാരാണ് അന്താക്കിയ നിവാസികൾ ആ കാലഘട്ടത്തിൽ എന്ന് പരിശുദ്ധ ഖുർആൻ. അന്താക്കിയക്കാര് പരിശുദ്ധ നബിയുടെ മുന്നിൽ വന്നു, അല്ലാഹുവിന്റെ റസൂലേ, മാനഹാനി അപാരമാണ്. എവിടെ ചെന്നാലും ആളുകൾ പറയുന്നു, ഖുർആൻ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്തവരെന്ന്, അറുപിശുക്കന്മാരെന്ന്, ദാഹിച്ചു വന്ന പ്രവാചകന്മാർക്ക് വെള്ളം കൊടുക്കാത്ത ദുഷ്ടരെന്ന് പറഞ്ഞിട്ടുള്ള നാട്ടുകാരല്ലയോ അന്താക്കിയക്കാരെ നിങ്ങളെന്ന്. അതുകൊണ്ട് ഞങ്ങളുടെ മാനക്കേടൊന്ന് തീരാൻ അങ്ങ് സഹായിച്ചാൽ മതി, അങ്ങ് വിചാരിച്ചാൽ മതി. അബൗ എന്ന് പറഞ്ഞാൽ വിസമ്മതിച്ചു. അവര് അതിഥികളെ സൽക്കരിക്കാൻ വിസമ്മതിച്ചു എന്നാണ്. ആ അബൗ എന്നതിലെ ബായിലെ താഴെ കിടക്കുന്ന പുള്ളിയെടുത്ത് മേലേക്കിട്ട് ഡബിൾ അടിച്ചാൽ അതൗ എന്നാക്കിയാൽ മൂസാ നബിയും ഖിളർ നബിയും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ആ നാട്ടുകാര് ഗംഭീരമായ സ്വീകരണം കൊടുക്കാനായി അവർ എഴുന്നേറ്റ് വന്നു എന്നർത്ഥം കിട്ടും. അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല. റസൂലുള്ളാഹിന്റെ കാലത്താണെങ്കിൽ വലിയ മൂല്യമൊന്നുമില്ല, എന്നൊക്കെ പിൽക്കാലത്ത് വന്നതുമാണ്. റസൂലുള്ളാഹിനോട് പറഞ്ഞു ഫഅബൗ എന്നത് മാറ്റിയിട്ട് ഫഅതൗ എന്നാക്കാൻ പറ്റുമോ നബിയേ? അതുപോലെ ഖുറൈശികൾ വന്നുകൊണ്ട് പറയുമായിരുന്നു, ഇതെന്ത് ഖുർആനാ, ഞങ്ങളുടെ കുറ്റം മാത്രം, ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നത്, ഞങ്ങൾ മറ്റു ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നത്, ഞങ്ങൾ ബിംബങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നത്, അതുമാത്രം പറയുന്ന ഒരു വേദഗ്രന്ഥമോ, ഞങ്ങളെ അധിക്ഷേപിക്കുന്ന വേദഗ്രന്ഥമോ, ഇതൊന്ന് മാറ്റിക്കൂടെ നബിയേ? ബദ്ദിലുഹു, അതിനെ ഒന്ന് മാറ്റിക്കൂടെ? ഇത്തിബി ഖുർആനി ഗൈരി ഹാദാ ഔ ബദ്ദിലുഹു, വേറെ ഒരു ഖുർആൻ കൊണ്ടുവാ, അല്ലെങ്കിൽ ഈ ഖുർആനിലുള്ള ഞങ്ങളെ കുറിച്ചുള്ള മോശമായ പരാമർശങ്ങളൊന്ന് മാറ്റിത്തരൂ. റസൂലുള്ളാഹിന്റെ മറുപടി വ്യക്തമാണ്, ഖുൽ മാ യകൂനു ലീ അൻ നുബദ്ദിലഹു മിൻ തിൽഖാഇ നഫ്സി. സ്വന്തമായിട്ട് അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താൻ
എനിക്ക് സ്വന്തമായിട്ട് ഈ വേദഗ്രന്ഥത്തിലോ ഈ മതത്തിലോ ഒരു അഭിപ്രായം പറയാൻ അവകാശമില്ല. അതിനുള്ള അധികാരം അല്ലാഹു തന്നിട്ടില്ല. എന്താണോ ജിബ്രീൽ കൊണ്ടുവരുന്നത് അത് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നി അഖാഫു ഇൻ അസൈതു റബ്ബി അദാബ യൗമിൻ അദീം. അല്ലാഹുവിന്റെ പക്കൽ നിന്ന് ശിക്ഷ കിട്ടും എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് മറുപടി പറഞ്ഞു എന്ന് ഖുർആനിൽ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും മാറ്റാൻ അവകാശമില്ലാത്തൊരു ശരീഅത്ത് നമ്മൾ എങ്ങനെയാ മാറ്റുക? ഇത് മാറ്റാൻ പറ്റാത്ത മതമാണ്. ഇത് നമ്മൾ പറയുന്നത് വേദനയോടുകൂടെയല്ല, ഞങ്ങൾ ഇങ്ങനെ കുടുങ്ങിപ്പോയി ഒരു മതത്തിന്റെ പിന്നാലെ പോയിട്ടെന്നല്ല, അഭിമാനത്തോടുകൂടെ ശിരസ്സുയർത്തി നെഞ്ചി വിരിച്ചുകൊണ്ട് ലോക മുസ്ലിമീങ്ങൾ പറയുന്ന വർത്തമാനമാ. ലോകത്ത് ഏതെങ്കിലും ഒരു മതത്തിന് ഇങ്ങനെ പറയാൻ കഴിയുമോ? വക്രീകരണത്തിന് വിധേയമായിട്ടില്ലാത്ത ഒരേ ഒരു വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആനാ. മനുഷ്യന്റെ കൈകടത്തലുകൾക്ക് വിധേയമാകാത്ത ഒരേ ഒരു മതം പരിശുദ്ധ ഇസ്ലാമാണ്. വേറെ ഒരു മതം അങ്ങനെയില്ല, വേറെ ഒരു വേദഗ്രന്ഥം അങ്ങനെയില്ല. എല്ലാ മതങ്ങളിലും മനുഷ്യരുടെ താല്പര്യങ്ങളുണ്ട്. എല്ലാ വേദഗ്രന്ഥങ്ങളിലും മനുഷ്യന്മാരുടെ, പുരോഹിതന്മാരുടെ, പണ്ഡിതന്മാരുടെ, സാധാരണക്കാരുടെ കൈകടത്തലുകൾ, വക്രീകരണങ്ങൾ ധാരാളമായി നടന്നിട്ടുണ്ട്. പക്ഷേ ഖുർആനിൽ ഒരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ല. ശരീഅത്തിന്റെ ഒരു നിയമത്തിലും ഒരു മനുഷ്യനും ഇന്നോളം കൈകടത്തിയിട്ടില്ല. ഇത് അഭിമാനത്തോടുകൂടെ നെഞ്ചു വിരിച്ചുകൊണ്ട് പറയുന്നതാ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് മാറ്റപ്പെടാത്ത മതമാണ്, അല്ലാഹുവിന്റെ മതമാണ്. പരിശുദ്ധനായ തമ്പുരാൻ അവന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ ഒരേ ഒരു മതവും പരിശുദ്ധ ഇസ്ലാമാണ്. അത് സമഗ്രമാണ്, അത് സമ്പൂർണമാണ്, അത് ശാസ്ത്രീയമാണ്, അത് സാർവകാലികമാണ്, സാർവജനീനമാണ്. സാർവകാലികവും സാർവജനീനവുമായ, സമഗ്രവും സമ്പൂർണവും ശാസ്ത്രീയവുമായ ഒരു മതത്തെ എന്തിനാണ് മാറ്റിമറിക്കുന്നത്? അത് പിൻപറ്റി ജീവിക്കുകയല്ലേ ബുദ്ധി. അല്ലാഹു നമുക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. നമ്മൾ ഇവിടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മുസ്ലിം സമൂഹത്തിലെ കപടന്മാരല്ലാത്ത എല്ലാവരും ആഭ്യന്തരമായ സംഘർഷങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഒരുമയോടുകൂടെ ഏക സിവിൽ കോഡിനെ റിജക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നത് ശരീഅത്തിനെ ആരെങ്കിലും പൊളിച്ചു കളയുമോ എന്ന് പേടിച്ചിട്ടല്ല, ഖുർആൻ ആരെങ്കിലും മാറ്റി എഴുതുമോ എന്ന ഭയപ്പാട് കൊണ്ടല്ല. അങ്ങനെ ഒരു ഭയം ഇന്നലെ വരെ നമുക്കുണ്ടായിട്ടില്ല. ഇന്ന് ആ ഭയം നമ്മുടെ ഉള്ളിലില്ല. നാളെയും ആ പേടി ലോകത്തുള്ള ഒരു മുസ്ലിമിന്റെ മനസ്സിലും ഉണ്ടാവുകയുമില്ല. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ കരുത്തല്ല, അത് നമ്മുടെ മഹത്വമല്ല, അത് അല്ലാഹുവിന്റെ കരുത്താണ്, അത് അല്ലാഹുവിന്റെ മഹത്വമാണ്. കാരണം അവന്റെ വാഗ്ദാനമാണ്, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഖുർആനിന്റെ സംരക്ഷണം, ശരീഅത്തിന്റെ സംരക്ഷണം അല്ലാഹു തആല ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഒരു മുസ്ലിമിനും ഇന്നലെ വരെ പേടിയുണ്ടായിട്ടില്ല, ഇന്നും പേടിയില്ല, അന്ത്യനാൾ വരെ ഒരു മുസ്ലിമും പേടിക്കുകയുമില്ല. ഈ ശരീഅത്ത് ആരെങ്കിലും പൊളിച്ചെഴുതുമോ, ഖുർആൻ ആരെങ്കിലും മാറ്റി എഴുതുമോ എന്ന പേടി ഇവിടെ ആർക്കുമില്ല. പിന്നെ നമ്മൾ എന്തിനാ ഒറ്റക്കെട്ടായി പ്രക്ഷോഭത്തിനിറങ്ങിയത്? ഈ രാജ്യം അതിന്റെ ഭരണഘടനയുടെ 3-ാം ഭാഗമായ ഫണ്ടമെന്റൽ റൈറ്റ്സിലൂടെ മൗലികമായ അവകാശങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 12 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് പറയുന്നത്. അതിൽ 25 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻസ് ആണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമെന്ന ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപഗേറ്റ് എ റിലീജിയൻ. ഏതു മതത്തിലും ഒരു ഇന്ത്യക്കാരന് വിശ്വസിക്കാം, സ്വന്തം മതത്തെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാം. ആ മതത്തെ സൗമ്യമായ രൂപത്തിൽ, നിയമാനുസൃതമായ രൂപത്തിൽ ഈ ലോകത്തുള്ള ഏതൊരാൾക്കും പങ്കുവെച്ചു കൊടുക്കാം, പ്രബോധനം നടത്താം. ഈ രാജ്യം അതിന്റെ പൗരന്മാർക്ക് മൗലികമായ അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി നൽകുന്ന ഒരു പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യമാണിത്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന അവസ്ഥയല്ലേ ഇത്? നാനാജാതി മതസ്ഥരായ ആളുകൾ ഓരോരുത്തരും അവനവന്റെ മതമനുസരിച്ച് ജീവിക്കുന്നു. ആദർശങ്ങളിൽ വെള്ളം ചേർക്കുന്നില്ല, ആശയങ്ങളിൽ വിട്ടുവീഴ്ചയില്ല. അതേസമയം പരസ്പരം തോളോട് തോൾ ചേർന്നുകൊണ്ട് സ്നേഹത്തോടെ, സഹായത്തോടെ, സഹകരണത്തോടെ, സൗഹാർദ്ദത്തോടെ ജീവിക്കുന്നു. ഈ
ഈ ഒരു മഹിതമായ ഭരണഘടനയും ഇങ്ങനെ ഒരു വിശാലമായ മതസ്വാതന്ത്ര്യവും അതിനെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഹൃദയമുള്ള ഒരു ജനതയും ഇന്ത്യക്കുണ്ടായത് കൊണ്ടാണല്ലോ ഭാരതം എന്ന് പറയുമ്പോൾ ലോകം മുഴുവനും അഭിമാനത്തോടുകൂടെ ആദരവോടുകൂടെ ഇന്ത്യയെ കാണുന്നത്. ലോകരാജ്യങ്ങൾ ഭാരതത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് ഈ രാജ്യം അതിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വിശാലത കണ്ടുകൊണ്ടാണ്. ഇന്ത്യയുടെ മഹിതമായ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ മാനവ മൈത്രിയിൽ അധിഷ്ഠിതമായ ഈ രാജ്യത്തിന്റെ മഹത്തായ സംസ്കാരം കണ്ടുകൊണ്ടാണ്. അതല്ലാതെ നമ്മള് 500-ന്റെയും 1000-ന്റെയും പഴയ നോട്ട് മാറ്റി 2000-ന്റെ പുതിയ നോട്ടടിച്ചത് കൊണ്ടല്ല ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ബഹുമാനിക്കുന്നത്. അതല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ നന്നായി ചണ്ടമുട്ടുന്നത് കൊണ്ടോ പീപ്പി ഊടുന്നത് കൊണ്ടോ അല്ല രാജ്യത്തെ ലോകം ആദരിക്കുന്നത്. അത് ഈ രാജ്യം അതിന്റെ പൗരന്മാർക്ക് കൊടുക്കുന്ന വിശാലമായ സ്വാതന്ത്ര്യത്തിന്റെ പേരിലാ. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന മാനവ മൈത്രിയിൽ അധിഷ്ഠിതമായ മതസൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായ സംസ്കാരത്തിന്റെ പേരിലാണ്. ആർക്കാണ് ആ കാര്യത്തിൽ സംശയമുള്ളത്? ഭരണഘടനയുടെ 4-ാം ഭാഗത്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ് പോളിസി പരിചയപ്പെടുത്തിയ ഭാഗത്ത് 44-ാം വകുപ്പിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. അത് രാജ്യത്തെ സുരക്ഷിതവും സമൃദ്ധവുമാക്കി മാറ്റുമെന്നാണ് സിവിൽ കോഡ് വാദികൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ പറയട്ടെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ്സ് പോളിസി എന്ന് പറയുന്നത് ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള ആർട്ടിക്കിളുകളിലായി ഭരണഘടനയുടെ 4-ാം ഭാഗമായി ഉൾച്ചേർക്കപ്പെട്ട സംഭവമാ. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തെ ഒരു സമൃദ്ധമാക്കി മാറ്റാൻ ഓൾ ചിൽഡ്രൻ എന്ന് പറയുന്നുണ്ട്. എല്ലാ കുട്ടികൾക്കും നിർബന്ധിതവും സൗജന്യവുമായ സംരക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കണമെന്ന് പറയുന്നു. 47-ാമത്തെ വകുപ്പിൽ പ്രോഹിബിഷൻ ഓഫ് ലിക്വർ, മദ്യം നിരോധിക്കണമെന്ന് പറയുന്നു. 48A വകുപ്പിൽ പ്രൊട്ടക്ഷൻ ഓഫ് എൻവയോൺമെന്റ്, പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. ഈ രാജ്യത്തെ ശുദ്ധ മനസ്കരും സമാധാനകാംക്ഷികളുമായ ഹൈന്ദവരും മുസൽമാനും ക്രൈസ്തവരും അടങ്ങുന്ന എല്ലാ ജാതി മതസ്ഥരായ ആളുകളും തലകുലുക്കി സമ്മതിക്കുന്ന കാര്യമാണിത്. രാജ്യത്തിന് അഭിവൃദ്ധി ഉണ്ടാകണമെങ്കിൽ ആണിനും പെണ്ണിനും തുല്യമായ വേതനം കൊടുക്കണം. സവർണനെന്നോ അവർണനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ നീതി കിട്ടണം. കറുത്തവനൊരു നീതി, വെളുത്തവന് വേറെ ഒരു നീതി, ആണിനൊരു നീതി, പെണ്ണിന് വേറെ ഒരു നീതി എന്ന അവസ്ഥ പാടില്ല. എല്ലാ ഇന്ത്യക്കാരായ കുട്ടികൾക്കും സൗജന്യമായ വിദ്യാഭ്യാസവും സംരക്ഷണവും കിട്ടണം. ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും ഇവിടെയുള്ള പ്രകൃതിയും സംരക്ഷിക്കപ്പെടണം. ഇവിടെ ഒരുപാട് സ്ത്രീകൾ കണ്ണുനീര് കുടിക്കുന്നത് ഭർത്താക്കന്മാരുടെ അമിതമായ മദ്യപാനം മൂലമാ. ആ മദ്യപാനത്തെ നിരോധിക്കണം. ഇതൊക്കെ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത സംഭവങ്ങളാ. ഇതൊന്നും ചെയ്യാതെ ശുദ്ധ മനസ്കരും സമാധാന കാമുക്ഷികളുമായ ഒരു മനുഷ്യനും, അത് ഹിന്ദുവാവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനിയാവട്ടെ, സിഖുകാരനാവട്ടെ, മതമില്ലാത്തവനാവട്ടെ, ആരും അംഗീകരിക്കാത്ത, ആർക്കും താല്പര്യമില്ലാത്ത ഈ സിവിൽ കോഡ് കൊണ്ടുവരാൻ എന്തിനാ ഇവർ വെമ്പൽ കൊള്ളുന്നത്? ഇവരുടെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? മദ്യം നിരോധിച്ചിട്ട് എല്ലാവർക്കും തുല്യമായ നീതി കൊടുത്തിട്ട്, പ്രകൃതി സംരക്ഷണം നടത്തിയിട്ട്, എല്ലാ മക്കൾക്കും വിദ്യാഭ്യാസം കൊടുത്തിട്ട്, ആണിനും പെണ്ണിനും തുല്യമായ ശമ്പളം കൊടുത്തിട്ട് ഈ രാജ്യം ഒരു സമൃദ്ധമായി വളർന്നു വരുമ്പോ ആ രാജ്യത്തിന്റെ സമൃദ്ധിക്ക് മുമ്പിൽ ഏക തടസ്സമായി ഏക സിവിൽ കോഡ് കൊണ്ടുവരാത്ത ഒരു പ്രശ്നമുണ്ടായാൽ അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് ചിന്തിക്കാം. ഈ പറഞ്ഞ മറ്റു അത്യന്താപേക്ഷിതമായ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഇന്ത്യക്കൊരു പുരോഗതി ഉണ്ടാകുന്നില്ല. ഏക സിവിൽ കോഡ് കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഇനിയും പുരോഗതി ഉണ്ടാകാത്തത് എന്ന് ആർക്കെങ്കിലും അന്ന് തോന്നുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അന്ന് നമുക്ക് ഇതിനെ കുറിച്ചുള്ള ചർച്ചകളാവാം. കൊണ്ടുവരണം എന്നല്ല, വരണമോ വരേണ്ടയോ എന്നുള്ള ചർച്ച അന്ന് നടത്തിയാൽ മതി. ഇപ്പൊ ചർച്ചക്ക് പോലും പ്രാധാന്യമില്ല. ഇതൊന്നും കൊണ്ടുവരാതെ ഏക സിവിൽ കോഡിന് വേണ്ടി വാദിക്കുന്നവരുടെ ചേതോവികാരം എന്താണെന്ന് ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാക്കാമല്ലോ. ഭാരതത്തെ അവർ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഭാരതീയതയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെ ആദരിക്കുന്നുവെങ്കിൽ ഈ യൂണിഫോം സിവിൽ കോഡ് ഭാരതത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു എന്റെ സഹോദരങ്ങൾ വേണ്ടത്. സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരുമ്പോ വേറെ ഒരു വാദം ഉന്നയിച്ച് കേൾക്കുന്നത്
എല്ലാ ഇന്ത്യക്കാരും ഒരേ നിയമത്തിന്റെ മുമ്പിൽ വരിക എന്ന് പറഞ്ഞാൽ, ഒരേ നിയമം അനുസരിക്കുക എന്ന് വന്നാൽ അതൊരു സുന്ദരമായ സങ്കല്പമാണെന്നാണ് പറയുന്നത്. സങ്കല്പം എന്ന വാക്കിനെ അടിവരയിട്ടുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുകയാണ്. എല്ലാ ഇന്ത്യക്കാരും ഒരേ നിയമത്തിന്റെ കീഴിൽ വരിക എന്നത് സുന്ദരമായ ഒരു സങ്കല്പമാണ്. സങ്കല്പം എന്ന ആ വാക്കിന് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. സങ്കല്പമാണത്. അതൊരു സങ്കല്പമായിട്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനേക്കാൾ മനോഹരമായ സങ്കല്പങ്ങൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എല്ലാ ഇന്ത്യക്കാരും എന്നത് മാറ്റിയിട്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നത് ചിന്തിച്ചു നോക്കൂ. ഈ പറഞ്ഞതിനേക്കാൾ മനോഹാരിതയില്ലേ അതിന്? അതൊക്കെ സങ്കല്പങ്ങളാണ്. അത് സങ്കല്പങ്ങളായിട്ട് തന്നെ ലോകത്ത് നിലനിൽക്കുകയും ചെയ്യട്ടെ. ആരാ സങ്കല്പങ്ങളുടെ പിന്നാലെ പോവുക? സുന്ദരമായ യാഥാർത്ഥ്യമില്ലാത്തവരാണ് സങ്കല്പങ്ങൾ നെയ്യാൻ പോകുന്നത്. വീട്ടിലേക്ക് കയറി ചെല്ലാൻ ഭാര്യ സമ്മതിക്കൂല. വീട്ടില് തന്റെ മുഖം കണ്ടാൽ ഭാര്യ ചെലവെടുത്തുകൊണ്ട് മണ്ടക്കിട്ടടിക്കും. വീട്ടുവളപ്പിലോ മുറ്റത്തോ പോലും നിൽക്കാൻ മക്കള് സമ്മതിക്കൂല. തെരുവ് പട്ടിയെ പോലെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അങ്ങനെയുള്ള ഒരാള് കൊതുകിന്റെ കടിയേറ്റ് പാതിരാ സമയത്ത് കടത്തുണ്ടെങ്കിൽ കടക്കുമ്പോ അയാൾക്ക് പിന്നെ സ്വപ്നം കാണുക, സങ്കല്പിക്കുക എന്നല്ലാതെ വേറെ വഴിയില്ല. അയാൾ ഇങ്ങനെ കിടന്നാലോചിക്കണം, കാനന ചോലയിൽ ആടുമേക്കാൻ വേണ്ടി ഞാൻ പോകുമ്പോ കരിവളക്കിലുക്കമുള്ള ഒരു കാമുകി എന്റെ കൂടെ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. അവൻ എന്തിനാ സ്വപ്നം കാണുന്നത്? അവന് ഭാര്യയില്ല, മക്കളില്ല. അവന്റെ കാനനച്ചോലയിലേക്ക് ആടുമേക്കാൻ പോകുമ്പോ കരിവളക്കിലുക്കമുള്ള കാമുകി വരുന്നത് സ്വപ്നം കാണുക എന്നല്ലാതെ വേറെ എന്ത് ഓപ്ഷനാ അവന്റെ മുമ്പിലുള്ളത്? സദ്വൃത്തയായ ഒരു ഭാര്യയുള്ളവന്, സൽഗുണ സമ്പന്നനായ മക്കളുള്ള ആളുകൾക്ക്, സ്വർഗീയമായ കുടുംബജീവിതം നയിക്കുന്നവർക്ക് കാനനച്ചോലയുടെ സ്വപ്നത്തോട് താല്പര്യം ഉണ്ടാവില്ല. ഇന്ത്യക്കാർക്ക് അങ്ങനെ വികലമായ സിവിൽ കോഡ് സ്വപ്നത്തിന്റെ പിന്നാലെ പോകേണ്ട ഗതികേടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ നിലനിൽക്കുന്ന യാഥാർത്ഥ്യം എത്രയോ മനോഹരമാ. ഓരോ മതസ്ഥരും അവനവന്റെ മതമനുസരിച്ച് മറ്റാരെയും ഭയപ്പെടാതെ ജീവിക്കുന്നു. അമ്പലത്തിൽ പൂജ നടക്കുന്നവന് ക്രിസ്ത്യാനിയെ പേടിക്കേണ്ടതില്ല, മുസ്ലിമാനെ പേടിക്കേണ്ടതില്ല. ചർച്ചിൽ പോയി യേശുവിനെ വാഴ്ത്തുന്ന ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇവിടത്തെ മുസൽമാനെയോ ഹിന്ദുവിനെയോ പേടിക്കേണ്ടതില്ല. പള്ളി മിനാരങ്ങളിലൂടെ വാങ്കുതി മുഴക്കുന്ന മുസ്ലിമായ ഒരു മനുഷ്യന് മറ്റു മതക്കാരെ പേടിക്കേണ്ട കാര്യമില്ല. ഓരോ മതസ്ഥരും അവന്റെ മതമനുസരിച്ച് ശാന്തമായി നിർഭയമായി ജീവിക്കുന്നു. അതേസമയം മറ്റുള്ള മതങ്ങളെ ആദരിക്കുന്നു, എല്ലാ മതസ്ഥരെയും സ്നേഹിക്കുന്നു, സഹായിക്കുന്നു. മാനസ സരോവരും കേദാർനാഥും കഴിഞ്ഞാൽ ഹിമാലയത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമുണ്ട്. അതിന്റെ പേര് ബദരീനാഥ് ക്ഷേത്രം എന്നാണ്. ആ ക്ഷേത്രത്തിലേക്ക് കടന്നു വരുന്ന തീർത്ഥാടകരായ ഹൈന്ദവ സഹോദരങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനോഹരമായ ഒരു പാട്ടുണ്ട്. ഈ പവന്മാം സുഗന്ധ ഗീത് ഹേമന്തു സുശോഭിതം നിഗഡ് ഗംഗാ ബഹത് ബദരീനാഥ വിശ്വംബർ. ബദരീനാഥ ക്ഷേത്രത്തെ കുറിച്ച്, അവിടെയുള്ള പ്രതിഷ്ഠയെ കുറിച്ച് മനോഹരമായ ഈ പാട്ടുപാടിയിട്ട് അവിടെ വരുന്ന തീർത്ഥാടക ലക്ഷങ്ങളെ സന്തോഷിപ്പിച്ചതാരാ? ഒരു മുസ്ലിമായ ഇന്ത്യൻ പണ്ഡിതനാണ്. അയാൾക്ക് തന്റെ ഇസ്ലാമിക പണ്ഡിതൻ എന്ന സത്വം ഊരി വെക്കേണ്ടി വന്നില്ല, ഇസ്ലാമിക പണ്ഡിതൻ എന്ന കുപ്പായം ഊരി വെക്കേണ്ടി വന്നില്ല ഒരു ക്ഷേത്രത്തെ കുറിച്ച് പാട്ടെഴുതുവാൻ. അതാണ് ഇന്ത്യ. ഇസ്ലാമിക പണ്ഡിതൻ എന്ന ഐഡന്റിറ്റിയും ആ ഒരു വേഷവും മാറ്റിവെക്കാതെ തന്നെ ബദരീനാഥ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയെ കുറിച്ച് പാട്ടെഴുതാൻ ഇന്ത്യക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് സാധിച്ചു. ഗുരുവായൂരപ്പനെയും ശബരിമലയിലെ അയ്യപ്പനെയും കുറിച്ച് ലോകത്ത് തന്നെ ഏറ്റവും മനോഹരമായ പാട്ടുപാടിയത് യേശുദാസാണ്. യേശുദാസ് ഒരിക്കലും ആ പാട്ടുപാടാൻ വേണ്ടി കൃഷ്ണദാസ് ആയില്ല, രാമദാസ് ആകേണ്ടി വന്നില്ല. യേശുദാസ് ആയിക്കൊണ്ട് തന്നെ ഗുരുവായൂരപ്പനെ കുറിച്ച് പാടി, ശബരിമല അയ്യപ്പനെ കുറിച്ച് പാടി. അതാണ് ഇന്ത്യ. ഇന്ത്യ അതാണ്. ഇന്ത്യക്ക് ഇത്രയും സുന്ദരമായ ഒരു യാഥാർത്ഥ്യം ഉണ്ടാകുമ്പോൾ ആർക്ക് വേണം ഈ വികലമായ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്ന സങ്കല്പം? അതൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ കാട്ടിലേക്ക് എറിയുകയും അല്ലായെങ്കിൽ കരിക്കുകയും എന്ന് പറയാനാണ് ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. ഭാരതത്തിന്റെ ഈ സംസ്കാരത്തെ വിട്ടിട്ട് ഒരു സങ്കല്പത്തിന്റെ പിന്നാലെ പോകുന്നവർ
അവർക്ക് ഭാരതത്തിന്റെ സംസ്കാരത്തോട് ആദരവില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഭാരതീയതയോട് താല്പര്യമില്ലെന്നല്ലേ അതിന്റെ അർത്ഥം? ഈ രാജ്യത്തിന്റെ ചരിത്രത്തോട് നീതി പുലർത്താത്തവർ, ഈ രാജ്യത്തിന്റെ സംസ്കാരത്തോട് കൂറില്ലാത്തവർ, അവര് ഭാരത് മാതാ കീ ജയ് എന്ന് വിളിക്കാനുള്ള എന്ത് അവകാശമാണ് അവർക്കുള്ളത്? ആത്മപരിശോധന നടത്തട്ടെ അവർ. നമ്മളുടെ രാജ്യത്ത് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ പലപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത് നമ്മുടെ ഭരണാധികാരികളുടെ പല ഫോസിലുള്ള ഫോട്ടോകളാണ്. നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ഈ അടുത്ത കാലത്ത് വന്ന ചില ഫോട്ടോകൾ ശ്രദ്ധിച്ചപ്പോ എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം താടിയുമേൽ ഇങ്ങനെ കൈയൊക്കെ വെച്ച് വളരെ ദുഃഖത്തോടുകൂടെ ഇരിക്കുന്ന ഒരു മുഖമാണ് ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു, പാവം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോട്ട് മാറാൻ വേണ്ടി ഏതെങ്കിലും ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്നിട്ട് വൈകുന്നേരമായപ്പോ ബാങ്കുകാർ ഇവിടെ നോട്ടില്ല എന്ന് പറഞ്ഞതിന്റെ ദുഃഖമായിരിക്കും. ആലോചിച്ച് നോക്കുമ്പോ അതൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പൊ കുറച്ചു കാലമായിട്ട് വലിയൊരു ദുഃഖമുണ്ട്. അതെന്താണെന്ന് ഈ സദസ്സിനോട് ഞാൻ ഷെയർ ചെയ്യാൻ. മുത്തലാഖ് ചൊല്ലപ്പെട്ട മുസ്ലിം സഹോദരിമാർ ഈ രാജ്യത്ത് കണ്ണുനീര് പിടിക്കുന്നു. അൽഹംദുലില്ലാഹ്, നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ. മലപ്പുറം ജില്ലയിലെ കൊടിഞ്ഞി എന്ന് പറയുന്ന പ്രദേശത്ത് RSS കാപാലികന്മാരാൽ മുഹമ്മദ് ഫൈസൽ എന്ന് പറയുന്ന നല്ലവനായ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പാണക്കാട് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള പല നേതാക്കളും അവിടെ ചെന്ന് സമാധാനിപ്പിച്ചു. ആ മുഹമ്മദ് ഫൈസലിന്റെ അകാലത്തിന് വിധവയായി പോയ ഭാര്യ കണ്ണുനീര് കുടിക്കുകയാണ്. ഫൈസലിന്റെ ഭാര്യയുടെ കണ്ണുനീര് ഭരണാധികാരികൾക്ക് വിഷയമല്ല. ബീഫ് കഴിച്ചുവെന്നോ സൂക്ഷിച്ചുവെന്നോ കൊണ്ടുപോയി എന്നോ വ്യാജമായ ദുരാരോപണങ്ങൾ കെട്ടിച്ചമക്കപ്പെട്ട് മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന മനുഷ്യനെ തെരുവുപട്ടിയെ കൊല്ലുന്നതിനേക്കാൾ നീചമായിട്ട് കൊന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്നും കണ്ണുനീരില്ല. അവരുടെ കണ്ണുനീർ ആർക്കും വിഷയമല്ല. ഗുജറാത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കലാപങ്ങളിലും അല്ലാതെയും ഒറ്റക്കും കൂട്ടമായും മറുകുലം ചെയ്യപ്പെട്ട പതിനായിരങ്ങളുടെ വിധവകളും അവരുടെ അനാഥകളായ പെൺമക്കളും ആ കണ്ണുനീര് ഇവിടെ ആർക്കും വിഷയമല്ല. മുസ്ലിമീങ്ങളുടെ കണ്ണുനീര് പോകട്ടെ. രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഹൈന്ദവ പണ്ഡിതന്മാരും ആത്മികളും ഈ രാജ്യത്തെ പോലീസിന്റെയും ഔദ്യോഗിക രേഖകളും സമർപ്പിച്ചുകൊണ്ട് അവരുടെ മതസ്ഥരോട് തന്നെ പറയുന്നൊരു വർത്തമാനമുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്, തലാഖ് നടക്കുന്നത്, വിവാഹമോചനങ്ങൾ മുസ്ലിം സമുദായത്തിലല്ല, ക്രൈസ്തവ സമുദായത്തിലല്ല, ഹൈന്ദവ സമുദായത്തിലാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ കയറിൽ തൂങ്ങിയും റെയിലിന് തലവെച്ചും വിഷം കഴിച്ചും ആത്മഹത്യ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ഭാര്യമാരെ മോചനം ചെയ്യുന്നതും ഹൈന്ദവ സമൂഹത്തിലാണ്. ആരോപണമല്ല. രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഹൈന്ദവ പണ്ഡിതന്മാർ, പ്രഭാഷകന്മാർ അവരുടെ പ്രസംഗത്തിൽ ഉത്ബോധനങ്ങളിൽ സ്ഥിരമായി ഹൈന്ദവ സഹോദരങ്ങളോട് പറയുന്നതാണ്. അത് അവർ സ്വന്തമായിട്ട് പറയുന്നതല്ല. ഈ രാജ്യത്തെ പോലീസ് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട്, ഔദ്യോഗികമായ രേഖകൾ ഉന്നയിച്ചുകൊണ്ട് പറയുന്ന വർത്തമാനമാണ്. ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിവാഹമോചിതരായ ഹൈന്ദവ സ്ത്രീകളുടെ കാര്യത്തിൽ നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രിക്ക് ദുഃഖമില്ല. പോട്ടെ, സ്വന്തം ഭാര്യയായ യശോദാബെൻ മുത്തലാഖ് പോയിട്ട് ഒരു തലാഖ് പോലും ചെല്ലപ്പെടാതെ വർഷങ്ങളായിട്ട് കണ്ണുനീര് കുടിച്ച് കഴിയാ. ആ പാവം പെണ്ണിനെങ്കിലും ഓർത്തൂടെ? അതിന് ഓർത്തിട്ടും വേദനയില്ല. പുതിയാപ്പള ലോകം മുഴുവൻ ഊരു ചുറ്റുമ്പോ പാവം പെണ്ണിനെ സ്വന്തം ഗ്രാമത്തിലെ അമ്പലത്തിലെ പൂരം കാണാൻ പോലും ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. ആ ഭാര്യയുടെ കാര്യത്തിന് വിഷയമില്ല. ആകെയുള്ള ഒരു വിഷമം മുത്തലാഖ് ചെല്ലപ്പെട്ട മുസ്ലിം സഹോദരിമാർ കണ്ണുനീര് കുടിക്കുന്നു എന്നുള്ളതാണ്. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകളോട് ഇത്രയും സ്നേഹമുള്ള ഒരു മനുഷ്യനെ ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടില്ല, കാണണം എന്ന് നമുക്ക് ബോധ്യമില്ല, അല്ലേ? നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഒരു പ്രഭാഷണം നടത്തി. അത് വികാരഭരിതമായ പ്രഭാഷണമാണെന്ന് സെൽഫി ജേർണലിസ്റ്റുകൾ വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രഭാഷണത്തിൽ അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആദരണീയനായ പ്രധാനമന്ത്രിയോട്
അങ്ങയുടെ വിനീത വിധേയരായ പ്രജകൾക്ക് പറയാനുള്ളത്, ആ വികാരഭരിതമായ പ്രസംഗത്തിൽ താങ്കൾ പറഞ്ഞത് മൈനെ ഘർ പരിവാർ സബ് കുച്ച് ദേശ് കേ ലിയേ ചോടാ ഹേ എന്നാണ്. ഞാൻ എന്റെ വീട് ഉപേക്ഷിച്ചത്, ഭാര്യയെ വഴിയാധാരമാക്കിയത് ഈ രാജ്യത്തിന് വേണ്ടിയാണെന്നാ പറഞ്ഞത്. കൊള്ളാം. ഈ രാജ്യത്തിന് വേണ്ടി അങ്ങ് ഉപേക്ഷിച്ച മഹത്തായ പട്ടികയിൽ ഒന്നുകൂടി ഉൾപ്പെടുത്തണമെന്നാ ഞങ്ങൾക്ക് പറയാനുള്ളത്. രാജ്യത്തിന് വേണ്ടി വീട് ഉപേക്ഷിച്ചു, രാജ്യത്തിന് വേണ്ടി കെട്ടിയ പെണ്ണിനെ വഴിയാധാരമാക്കി, രാജ്യത്തിന് വേണ്ടി സ്വന്തം അമ്മയടക്കമുള്ള ഈ രാജ്യത്തെ ലക്ഷക്കണക്കായ വൃദ്ധജനങ്ങളെ ബാങ്കിന്റെ മുമ്പിൽ പൊരിവൈലത്ത് ഉപേക്ഷിച്ചു രാജ്യത്തിന് വേണ്ടി. ഇതേ രാജ്യത്തിന് വേണ്ടി ഒന്നുകൂടി ഉപേക്ഷിക്കണം താങ്കൾ. മുസ്ലിം സമുദായത്തിലെ സഹോദരിമാരെ ഓർത്തുകൊണ്ടുള്ള ഈ കള്ളക്കരച്ചിലും മുതലക്കണ്ണീരും അതുകൂടി ഇസ് ദേശ് കേ ലിയേ ചോഡ്നാ ഹേ എന്നാണ് വിനയത്തോടുകൂടെ അങ്ങയുടെ പ്രജകൾക്ക് അങ്ങയോട് പറയാനുള്ളത്. ഭാര്യയെ ഉപേക്ഷിച്ച കൂട്ടത്തില്, വീട് ഉപേക്ഷിച്ച കൂട്ടത്തില്, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവനും ബാങ്കിന്റെ മുമ്പിൽ പൊരുവയിലത്ത് ഉപേക്ഷിച്ച കൂട്ടത്തില് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരിമാരെയും ഓർത്തുകൊണ്ടുള്ള ഈ മുതല കണ്ണീര് കൂടി ദേശത്തിന് വേണ്ടി ഉപേക്ഷിച്ചാൽ അൽഹംദുലില്ലാഹ് താങ്കൾ സ്വപ്നം കാണുന്നത് പോലെ ഈ രാജ്യം സുരക്ഷിതമായ സമൃദ്ധമായ ഒരു രാജ്യമായി വരും. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എന്ന് സംഘാടകർ ഇവിടെ എഴുതി അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ. സത്യം മനസ്സിലാക്കാനും പ്രതികരിക്കേണ്ട സമയത്ത് നിയമാനുസൃതമായ രൂപത്തിൽ, മാന്യമായ രൂപത്തിൽ പ്രതികരിച്ച് ഈ രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടും അതേസമയം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മൾ ഈ രാജ്യത്തെ മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയും എന്നും പോരാട്ട വീതിയിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മൾ എന്നും നിലകൊള്ളണം. നമ്മുടെ മനസ്സിൽ അല്ലാഹു തആല ഈമാനും ഇഷ്കും നിറച്ചു തരുമാറാവട്ടെ.